ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ എന്നും കാണുന്ന പോലുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്ന്. രാവിലത്തെ റൊട്ടീനാണ് എങ്കിൽ പോലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ കണ്ടതുപോലെ അല്ല കേട്ടോ ഇന്ന്. കുറച്ച് ജോലികൾ നമുക്കിന്ന് കൂടുതലുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റു 5:45 സമയം. രാത്രി താമസിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കണ്ണ് ശരിയായിട്ട് തുറക്കാൻ പോലും പറ്റുന്നില്ല, തല നേരെ നിൽക്കുന്നില്ല. നമ്മൾ എത്ര നേരത്തെ കിടക്കണമെന്ന് വിചാരിച്ചാലും നടക്കാറില്ല. എന്നും ഇപ്പോൾ രാത്രിയിൽ ഓരോ കറക്കമുണ്ട്, എങ്ങോട്ടേലും ഒക്കെ പോകുന്നുണ്ട്, ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇവിടെ ഇരുന്നിരുന്ന് മുഷിയുന്നത് കൊണ്ടാണ് വൈകിട്ട് ഇറങ്ങുന്നത്. പിന്നെ വീഡിയോസ് ഇടാനും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ, അങ്ങനെ നമ്മൾ പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി വീട്ടിലെത്തി പിന്നെ ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു 11 മണി. അത് കഴിഞ്ഞ് പിന്നെ ശ്രീമോൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. എത്ര അലാറം അടിച്ച് കഴിയുമ്പോഴാണ് ഒന്ന് ഉണരുന്നതെന്ന് അറിയാമോ. അങ്ങനെ പിന്നെ എന്തുവായാലും കാശിക്ക് പോകണമല്ലോ എന്ന് ഓർത്ത് അങ്ങ് നേരത്തെ അങ്ങ് എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റ് നമ്മളിന്ന് രാവിലെ പല്ലൊക്കെ തേച്ച് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ കെട്ടി നമ്മൾ അടുക്കളയിലോട്ട് അങ്ങ് കയറി കേട്ടോ. അപ്പോൾ ചേച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറച്ച് കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊഞ്ചാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പൊളിച്ച് പറക്കിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് ജോലി കുറവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ അതാണ് എടുത്തങ്ങ് വെള്ളത്തിലിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു മുട്ടത്തോരനും ഉണ്ടാക്കി, ഒരു തക്കാളിക്കറിയും വെച്ച് കൊഞ്ച് ഫ്രൈ ചെയ്ത് കാശിക്ക് ചോറ് കൊടുത്തു വിടാമെന്ന് കരുതി. ഏട്ടൻ ഡയറ്റാണ്, ചിലപ്പോൾ മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. അത് കഴിച്ചാലും ഒരു പിടി ചോറേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട്. അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ ആദ്യം ഞാൻ തക്കാളിക്കറിക്കുള്ളതെല്ലാം അങ്ങ് അരിഞ്ഞു മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് വേവാനിട്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട തോരനും വെക്കാം. കൊഞ്ചാണെങ്കിൽ അതിൻ്റെ മസാലയെല്ലാം പുരട്ടി വെക്കണം. അതിൻ്റെ ഐസ് പോയാലെല്ലാം മസാല പുരട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ തക്കാളിക്കറിക്കുള്ളതെല്ലാം ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. അരിയും എടുത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് നമ്മൾ. തേങ്ങയും കൈയോടെ അങ്ങ് തിരുമ്മി മാറ്റിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല. അപ്പം അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ജോലി ഒതുക്കിയില്ലെങ്കിൽ ശ്രീമോൻ ഇപ്പോൾ ഭയങ്കര മൂശാട്ടയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എടുത്തു കഴിഞ്ഞാലേ അവൻ്റെ ഇത് മാറത്തുള്ളൂ. ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല, എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം നല്ല അടിച്ചിരിച്ചും കളിച്ചും ഒക്കെ നടന്നോളൂ. അത് ഓരോ ദിവസവും എഴുന്നേൽക്കുന്ന മൂഡ് പോലെ ഇരിക്കും. ഉറക്കം ശരിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഒരു തരത്തിൽ വേറെ ആരുടെയും കയ്യിലിരിക്കത്തില്ല, ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ എൻ്റെ ജോലി ഒന്നും കഴിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ അങ്ങ് അരച്ചെടുക്കാവുന്ന കരുതി തക്കാളിക്കറിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താണ് തേങ്ങ അരച്ചെടുക്കുന്നത്. അത് പിന്നെ നമ്മൾ ആ വെന്ത് വരുന്ന തക്കാളിയും പച്ചമുളകും വേവിക്കാനിട്ടായിരുന്നില്ല, അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ അരപ്പ് അതിലോട്ട് അങ്ങ് ഒഴിച്ച് കടുകും താളിച്ച് കഴിയുമ്പോൾ തക്കാളിക്കറി റെഡിയാണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാറുള്ളൂ. പിന്നെ നമ്മൾ മുട്ടത്തോരനുള്ള മുട്ടയാണ് ഇപ്പോൾ എടുത്തത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 3 പേർക്കും ഉള്ള തോരന് വേണ്ടിയിട്ടാണ് 3 മുട്ട എടുത്തത്. അപ്പം വേറെ തോരനൊന്നും ഞാൻ വേറെ വെക്കുന്നില്ല, മുട്ടത്തോരനുണ്ടല്ലോ. അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ പച്ചക്കറികളൊന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. തോരൻ വെക്കാനുള്ള പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളിക്കറിക്കുള്ള അരപ്പെല്ലാം ഒഴിച്ച് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആണെങ്കിൽ എത്ര ഇട്ടാലും എനിക്കത് കുറവായിട്ടേ തോന്നാറുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാത്തിനും കുറച്ചിട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ പറയുമ്പോൾ മാത്രം ഇച്ചിരി ഇട്ട് കൊടുക്കാറാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മുട്ടത്തോരനുള്ള എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിലോട്ട് ഞാൻ ഇച്ചിരി സവാള ഇട്ടങ്ങ് നമ്മൾ കടുക് താളിക്കാൻ വേണ്ടി ആ പാൻ തന്നെ അങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു പാത്രം കൂടെ എടുത്താലും ഞാൻ തന്നെ കഴുകണമല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ കടുക് താളിച്ചങ്ങ് തക്കാളിക്കറിയിലോട്ടങ്ങ് ഒഴിക്കുവാണേ. അതിനുശേഷം ആ പാനിൽ തന്നെ ഞാനാണെങ്കിൽ തോരനുള്ളതെല്ലാം റെഡിയാക്കുവാണേ. അപ്പം പച്ചമുളകും സവാളയും മാത്രമേ ഉള്ളത്. അതിലോട്ടൊരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് ഞാനങ്ങ് വഴട്ടിയെടുക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പാലൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമ്പോഴത്തേക്ക് തണുപ്പിച്ചങ്ങ് കൊടുത്താൽ മതിയല്ലോ. ശ്രീമോൻ അതിൽ മുമ്പ് ഉണർന്നു കഴിഞ്ഞാൽ അവനെ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അടുപ്പയിലായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. അടുപ്പെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസാണ്. ഞാൻ പത്തനംതിട്ട നമുക്ക് അടുപ്പുണ്ടായിരുന്നു, ഇവിടെ അടുപ്പില്ല. അതുകൊണ്ട് അടുപ്പെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ചില സമയത്ത് നമ്മുടെ ഗ്യാസിൽ വെച്ചു. അങ്ങനെ അതിന് പിന്നെ അത് നമ്മുടെ മുട്ടത്തോരൻ്റെ സവാളയെല്ലാം വരണ്ട് വന്നതിന് ശേഷം അതിൻ്റെ അതിലൂടെ ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ച് ഞാൻ മുട്ടയെല്ലാം അങ്ങ് പൊട്ടിച്ചൊഴിക്കുവാണ്. അതൊന്ന് നമ്മൾ ചിക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ സവാളകളെല്ലാം ചുറ്റിനും മാറ്റിയിട്ട് നടുക്ക് ഭാഗത്ത് ആ പാനിലോട്ട് മാത്രമായിട്ട് ഒഴിച്ചിട്ടാണ് നമ്മളത് വേവിച്ച് ചിക്കി എടുക്കുന്നത്. അത് നല്ല ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. ചിക്കി ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞിരിക്കും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നല്ലതായിട്ട് അതിനെ ചിക്കി നല്ലതായിട്ട് വേവിച്ച് മാറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമുക്ക് നല്ലതായിട്ട് അതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചായക്കകത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ബൂസ്റ്റും ചായയും എല്ലാം റെഡിയാക്കുവാണേ.
ഏട്ടനിപ്പോൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മധുരം അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഒരു ശർക്കരയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കുന്ന ശർക്കരയാണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. എനിക്കിതിനെപ്പറ്റി അറിയാൻ വയ്യ, ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഡയറ്റ് നോക്കിയാലും എല്ലാം ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കണം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു സലാഡാണെങ്കിൽ പോലും അതൊന്നും ഞാൻ കഴിക്കത്തില്ല. ക്യാരറ്റ് കഴിക്കും, കുക്കുംബറോ ബീട്രൂട്ടോ അങ്ങനെയുള്ളതൊന്നും ഞാൻ പച്ചയ്ക്ക് കഴിക്കത്തില്ല. അതുകൊണ്ട് എനിക്കതൊന്നും നടക്കാത്ത കേട്ടോ. ഡയറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത്. അവനാണെങ്കിലും ചോറും ഒന്നും കഴിക്കത്തില്ല. ചോറും നല്ല ഒരു സാധനവും ശ്രീമോൻ കഴിക്കാത്തത് കൊണ്ട് ആകെ എൻ്റെ പാലല്ലേ കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഡയറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. അപ്പോൾ ചിയാ സീഡൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കുമായിരുന്നു. കുടിക്കുന്ന സമയത്ത് കുഞ്ഞും ശകലം പോലും പാല് പോലും കുടിക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കുടിക്കുമ്പോൾ എന്നെക്കാട്ടി കൂടുതൽ അവനാണ് വിശപ്പില്ലാതാവുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ അടുക്കള ഇപ്പുറം അങ്ങ് ഒതുക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ തേങ്ങ കൈയോടെ ഞാൻ അങ്ങ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വന്നത് എല്ലാം കൂടെ അവിടെ ഇട്ടേക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ ഏട്ടൻ വന്നത് ചിയ സീഡിൻ്റെ വെള്ളം എടുത്ത് കുടിക്കാനാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ട് വേഗം അങ്ങ് പോവുകയും ചെയ്തു. ഷർട്ട് ഇട്ടിട്ടില്ലാത്തതാണ് മെയിൻ കാര്യം, അതിനാണ് ഓടിയത്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ കൊഞ്ചാണെങ്കിൽ ഒരു 2-3 വെള്ളത്തിൽ കൂടെ കഴുകി കേട്ടോ. വെച്ച് കഴുകിയെല്ലാം റെഡിയായി കൊണ്ടുവന്നത്. പിന്നെ ഒരു ഐസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കഴുകിയത്, കട്ടി അങ്ങ് മാറട്ടെന്നും കരുതി കഴുകിയതാണ്. അത് കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാനാണെങ്കിൽ കൊഞ്ചാണെങ്കിൽ അങ്ങ് പുരട്ടി വെക്കുവാണ്. കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, ഉപ്പ് പൊരിയൊക്കെ പിടിക്കട്ടെ എന്നും പറഞ്ഞ് അത് ഇളക്കി അവിടെ വെച്ചിട്ട് പിന്നെ ഞാനങ്ങ് പോവാണ്. ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ അടുത്ത് ഇരിക്കുവാണ്. വലിയ കുഴപ്പമില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ കരയും. അതുകൊണ്ട് ഞാൻ അവൻ്റെ വെട്ടത്ത് പെടാതെ ഇങ്ങനെ മാറി മാറി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ അടങ്ങിയിരിക്കും തോറും എൻ്റെ ജോലികൾ ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഒതുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പാത്രം കൂടെ കഴുകി വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് പാത്രം കഴുകി കാശിയുടെ പാലാണ് അവിടെ തണുക്കാൻ ഒഴിച്ച് വെച്ചിരുന്നത്. അങ്ങനെ അവൻ്റെ പാലും ഏട്ടൻ്റെ ചായയായിട്ട് ഞാനങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീമോൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ മിസ്സാണെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ വെച്ചിട്ട് താമസിച്ചു ഹോംവർക്ക്. അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഴുതാൻ പറ്റിയില്ല. ഞാൻ അത് നോക്കിയതുമില്ലായിരുന്നു, മെസ്സേജ് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോഴാണ് മിസ്സിൻ്റെ മെസ്സേജ് കണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ കാശി എഴുന്നേറ്റപ്പോഴേ കൈയോടെ ഹോംവർക്ക് അങ്ങ് എഴുതി വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കാശി ഹോംവർക്ക് എഴുതുവാണ്. അപ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ട് ഞാൻ വേഗം ഇങ്ങി വന്നതാണ് കൊഞ്ചങ്ങ് വറക്കാൻ വെക്കാൻ. അതാകുമ്പോൾ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങ് പൊതി കെട്ടി വെക്കാമല്ലോ, അവന് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അങ്ങനെ പിന്നെ ശ്രീമോൻ അവിടെ ഇരുന്ന് ചായക്ക് ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 ബിസ്ക്കറ്റ് ഞാൻ കുഴച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ബൂസ്റ്റ് ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറുക്ക് പോലെ ഇരിക്കും, അപ്പോൾ അത് കുടിക്കും. അപ്പോൾ കുറുക്കും ഈ ബിസ്ക്കറ്റും കുഴച്ചത് കണ്ടാൽ അറിയത്തില്ലെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ അവനറിയാലോ, അതുകൊണ്ടാണ് കുറുക്ക് അവൻ കഴിക്കാത്തത്. അങ്ങനെ പിന്നെ ആദ്യം അവനെ ആ റൂമിൽ വെച്ച് ഞാൻ കൊടുത്തുകൊണ്ട് അവൻ ജന്മം ചെയ്താൽ വാ തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കതവ് തുറന്ന് വെളിയിലിറങ്ങി, കാക്കയും പൂച്ചയൊക്കെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഒരു പട്ടി അവിടെ നിൽക്കും കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണേ. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷേ അവിടെ ആ പട്ടി ഇല്ലായിരുന്നെങ്കിലും ചുമ്മാ ഞാൻ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തുവായാലും കൊണ്ടുപോയത് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് ഞാൻ പാത്രം എല്ലാം കൊണ്ട് അങ്ങ് സിങ്കിലിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇനി കാശിയെ റെഡിയാക്കണം. കാശിയെ കുളിപ്പിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, സമയം ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ആ ബിസ്ക്കറ്റൊക്കെ കൈയോടെ അങ്ങ് അടച്ചു വെച്ചു. അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തണുത്ത് പോകും, പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പം കാശി ഹോംവർക്ക് എഴുതി കഴിഞ്ഞ് പപ്പയെ കാണിക്കുവാണേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടൈം ടേബിൾ നോക്കി വെക്കട്ടെ, ഏട്ട ശ്രീമോനെ ഒന്ന് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ ശ്രീമോൻ ഞാൻ ഒരെണ്ണം എടുക്കും, അവൻ 9 എണ്ണം എടുക്കും. അങ്ങനെ ആ ശ്രീമോൻ കാണിക്കുന്നത്. അപ്പോൾ അവനെ വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് കാശിയുടെ നോട്ട്ബുക്കൊന്നും. അങ്ങനെ ശ്രീമോനെ എൻ്റെ കൈ കൊടുത്തിട്ട് ഞാനാണെങ്കിൽ കാശിയുടെ ടൈം ടേബിളെല്ലാം നോക്കി വെച്ചു. പെൻസിലൊക്കെ അങ്ങ് വെട്ടി വെക്കുവാണ്. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിലും വേണം, അവൻ്റെ ആ ബുക്കും വേണം അതിൻ്റെ അത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവൻ എഴുതുന്നുണ്ടായിരുന്നു, മടിയൊന്നും ഇല്ലായിരുന്നു. വൈകിട്ടൊക്കെ പറയുമ്പോൾ TV കാണേണ്ട ഒരു ഇതുകൊണ്ട് അവൻ എഴുതത്തില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് സമയമുള്ളതുകൊണ്ട് അവൻ എഴുതി. ഒരുപാട് സമയമൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് വേണം. 1 മണിക്കൂറിലാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തേണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ വേഗം അടുക്കളയിലോട്ട് ഇങ്ങനെ വന്ന് ലഞ്ച് ബോക്സ് എടുത്ത് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു, കൊഞ്ച് വാർത്ത് കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ കൊഞ്ചായപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് ബോക്സും അങ്ങ് റെഡിയാക്കി. കറിയൊക്കെ വേറെ വേണം, തക്കാളി കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊടുക്കുന്ന ചോറെല്ലാം കഴിക്കുമായിരുന്നു. ഇപ്പോൾ ചോറ് കഴിപ്പൊക്കെ ഭയങ്കര കുറവാണ്, വല്ലപ്പോഴുമാണ് ചോറ് കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവൻ്റെ ലഞ്ച് ബോക്സും എടുത്ത് ഞാൻ അടുക്കളയൊക്കെ അങ്ങ് തുടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയി. ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് വരണ്ടല്ലോ, ഇനി ഞങ്ങൾക്ക് കാപ്പി കഴിക്കാൻ നേരം മാത്രം വന്നാൽ മതി. ചപ്പാത്തി ചൂടാക്കണം,
കറിയാണെങ്കിൽ ഇന്നലത്തെ കറി വാങ്ങിച്ചതിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഞാൻ വെക്കാത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. കാശിയോട് വേണമെന്ന് വെച്ചപ്പോൾ അവന് കഴിക്കാനൊന്നും വേണ്ട, അവന് പാല് മാത്രം മതി, രാത്രി കഴിച്ചല്ലോ അത് മതി, വിശപ്പില്ല എന്നൊക്കെയാണ് കാശി പറയുന്നത്. നമുക്ക് അടിച്ച് കഴിപ്പിക്കാനൊന്നും പറ്റത്തില്ല. രാവിലെ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നൊന്നും പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. അങ്ങനെ പിന്നെ ഹാളിൽ നമ്മുടെ സിറ്റൗട്ടിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ശ്രീമോനും പപ്പയും കൂടെ അവിടെ പൂര വഴക്കായി. അങ്ങനെ ശ്രീമോനാണെങ്കിൽ ചെരുപ്പൊക്കെ വാരി എറിയുവാണ് പപ്പയെ. അത് കഴിഞ്ഞ് പിന്നെ കാശിയെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും വീഡിയോ എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഈ കുളിക്കാനും കഴിക്കാനും പറഞ്ഞ് അലച്ചലച്ച് ഞാൻ ശ്രീമോനെന്നാണേ വായി വരുന്നത്, കാശിയായിട്ട് അങ്ങ് ഉടക്കാവും കേട്ടോ. അപ്പോൾ പിന്നെ കുളിക്കാൻ സമയമാകുമ്പോൾ പറയാം എനിക്ക് അമ്മ ഇഷ്ടമല്ല, അമ്മ എന്നെ കുളിപ്പിക്കേണ്ട, പപ്പ എന്നെ കുളിപ്പിച്ചോളൂ എന്നൊക്കെ പറയും. അങ്ങനെ പപ്പയാണ് ഇന്ന് കുളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ യൂണിഫോമും ബാഗും ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കാശി വന്നു പപ്പയുടെ അടുത്ത്. പക്ഷേ ഇത് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ അവിടെ വഴക്കാവും. കാശിക്ക് ഇഷ്ടപ്പെടത്തില്ല പപ്പ ഇടുന്നതൊന്നും. പപ്പയ്ക്ക് സ്പീഡില്ല, പപ്പ ഇടുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് അമ്മ തന്നെ ഇട്ടതാണെന്നും പറഞ്ഞ് അടുത്ത് വരും. അതാണ് എന്നും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ വഴക്കും ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ ഇരിക്കും. അങ്ങനെ സമയമായെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മക്കളും എല്ലാം വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ്. പക്ഷേ നമ്മളെന്തോ ഇന്ന് നേരത്തെ റെഡി ആയതുകൊണ്ടായിരിക്കാം വണ്ടി വന്നില്ല. അങ്ങനെ പിന്നെ കുറേ സമയം വെളിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാൻ വന്നു. അപ്പോഴത്തേക്ക് ശ്രീമോനെ കാണാൻ ഈ പിള്ളേരെല്ലാം എപ്പോഴും ടാറ്റ തരുകയും വിളിക്കുകയും എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശ്രീമോനും ഭയങ്കര സന്തോഷമാണ്. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ചിരിയും ബഹളവും തുടങ്ങും. അങ്ങനെ പിന്നെ അവനുമായിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി കുറച്ച് സമയം നിന്നു. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലെ ചേച്ചി ഇങ്ങനെ ശ്രീമോൻ്റെ അടുത്ത് ചോദിക്കും ഇനി എന്നാ ശ്രീമോൻ സ്കൂളിൽ പോകുന്നത്, ഇപ്പോൾ കാശിക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന നേരം കരച്ചിലൊന്നും ഇല്ലയോ, എങ്ങനെ ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. നമ്മളപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അകത്തോട്ടിങ്ങനെ കയറി വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് ഞാൻ ഏട്ടനോട് പറഞ്ഞ് കുറച്ച് സമയം ശ്രീമോനെ ഒന്ന് പിടിക്കും, ഞാൻ കയ്യോടെ മിറ്റമൊക്കെ അങ്ങ് തൂക്കാവുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ജോലി കേട്ടോ. നമുക്കാണെങ്കിൽ മുറ്റം എല്ലാം ക്ലീൻ ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളി ഇതെല്ലാം വൃത്തിയാക്കി, എങ്കിലും തൂത്തിട്ടില്ലായിരുന്നു കേട്ടോ, എല്ലാം ചെത്തിയിട്ട് പോയിട്ടേ ഉള്ളായിരുന്നു. അപ്പം ചെത്തി ഇടുമ്പോൾ തന്നെ ഈ മണ്ണ് ഈ പോച്ചയുടെ മണ്ടേ വീഴുന്നുണ്ട്, പോച്ച എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. തൂത്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാം അങ്ങ് തൂത്ത് വരുവാണേ. അപ്പോൾ അത്രയും പോച്ച അതിൻ്റെ അടിയിൽ നിന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിപ്പും ഉണ്ടായിരുന്നു. ഞാൻ അതിപ്പോൾ എല്ലാം കൈയോടെ അന്നേരം തന്നെ പറിച്ച് കളഞ്ഞു. എനിക്കല്ലാതെ നിന്ന് കുത്തിയിരുന്ന് പറിക്കാനോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് പറിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ചൂല് പോലും ഇത്രയും വലിയ ചൂല് വാങ്ങിച്ച് വെച്ചേക്കുന്നത് എനിക്ക് തൂക്കാൻ വേണ്ടിയിട്ട്. കുനിയാനേ എനിക്ക് പറ്റത്തില്ല. കുനിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് ഞാൻ ബെഡ് റെസ്റ്റായി. കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ ഈ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാനും ആരുമില്ല, എന്നെ നോക്കാനും ആരും ഇല്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ അത്ര മെനക്കെട്ട പണിക്ക് ഞാൻ പോകാറില്ല ഇപ്പം. നേരത്തെ ഇതെല്ലാം ചെയ്യുന്ന ഞാനായിരുന്നു. ഈ ഓപ്പറേഷന് ശേഷമാണ് എനിക്കിതൊന്നും പറ്റാതായത്. പിന്നെ നമ്മുടെ മുറ്റം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം. അങ്ങനെയാണ് ആരെങ്കിലും വിളിച്ചായാലും വൃത്തിയാക്കിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ഭാഗവും തൂത്തിട്ടുണ്ടായിരുന്നു. എല്ലാം തൂത്ത് കത്തിക്കാൻ പറ്റത്തില്ല, മഴയൊക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ട് വേണമല്ലോ കത്തിക്കാൻ, എല്ലാം പച്ചയായിട്ട് കിടക്കുമല്ലേ. അങ്ങനെ ബാക്കി ഭാഗവും എല്ലാം ഞാൻ തൂത്ത് എല്ലാം വൃത്തിയാക്കി കാലും കൈയും എല്ലാം കഴുകി അങ്ങ് അകത്ത് കയറുവാണേ. അപ്പം വെളിയിൽ വെച്ചേക്കുന്ന എല്ലാം കൂട്ടി ഇട്ടേക്കുന്നേ ഉള്ളതൊന്നും ഞാൻ വാരിയിട്ടില്ല. അതെല്ലാം ഞാൻ ഏട്ടനോട് പറഞ്ഞു വാരാൻ, എനിക്ക് കുനിഞ്ഞിന്ന് വാരാനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ അതെല്ലാം വാരിക്കളഞ്ഞ് ഞാൻ ശ്രീമോനെ അങ്ങ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ശ്രീമോനെ കുളിപ്പിച്ചതിന് ശേഷമാണ് അന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ചൂടാക്കുവാണേ. അപ്പം തലേന്ന് ഒരു പെരട്ടാണ് വാങ്ങിച്ചത്. ആ പെരട്ട് അങ്ങ് ചൂടാക്കി എടുക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് മതിയല്ലോ, ഒരുപാടൊന്നും വേണ്ട. ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഏട്ടനും കൂടെ അങ്ങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ജോലി ഞാൻ കഴിയും. ആ പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എനിക്ക് അടുക്കള വേറെ പണികളൊന്നുമില്ല. എല്ലാം ഒന്ന് തൂത്തുവാരുകയൊക്കെ ചെയ്താൽ മതി റൂമെല്ലാം. അങ്ങനെ പിന്നെ ഏട്ടന് കഴിക്കാൻ എടുത്തു കൊടുത്തു. ഞാനും അന്നേരം ഇരുന്ന് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. മിക്ക ദിവസങ്ങളിലും ഞാൻ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും ജോലിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കഴിപ്പ് നടക്കത്തില്ലെന്ന്. അങ്ങനെ പിന്നെ ഞാനും ഏട്ടനും കൂടെ അങ്ങ് ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ വായിലോട്ട് വെക്കുന്നതിന് മുമ്പേ ശ്രീമോൻ്റെ വായിലോട്ടൊരു ശകലം വെച്ച് കൊടുത്ത് അതുപോലെ തിരിച്ച് വെളിയിലോട്ട് ഇങ്ങനെ വെച്ച് അമ്മ തിന്നോന്നും പറഞ്ഞ് അവനതൊന്നും കഴിക്കത്തില്ല. ചില സമയത്ത് പാലൊഴിച്ച് കൊടുക്കുമായിരുന്നു, അന്നേരം ഒരു ശകലം കഴിക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞു, വെള്ളമൊക്കെ കുടിച്ചു. ശ്രീമോൻ കഴിച്ചിട്ടില്ലായിരുന്നു. ശ്രീമോൻ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കിയിട്ട് ചൂടാന്ന് കാണിക്കുന്നതായിരുന്നു ആ കണ്ടത് അവിടെ ഇരുന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ കൈയുമൊക്കെ കഴുകി ഞാനിങ്ങനെ മാറി. ശ്രീമോനെ കുളിപ്പിച്ചതേ ഉള്ളൂ, കരിയൊന്നും വരച്ചിട്ടില്ല. ഇനിയിപ്പോൾ കരിയൊക്കെ വരയ്ക്കണം. ഉറങ്ങിയിട്ടൊന്നും ഞാൻ വരയ്ക്കാൻ നിൽക്കത്തില്ല കേട്ടോ. കുഞ്ഞിനെ ഒന്ന് സോപ്പിട്ട് നിർത്തി കഴിഞ്ഞാൽ അവൻ അങ്ങ് ഇരിക്കും, അവന് വരയ്ക്കാനും പറ്റും കേട്ടോ. അവനെ ഉറങ്ങാതെ തന്നെ ഞാൻ കരി വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചുമ്മാ അവനോട് കാര്യമൊക്കെ പറയാം. അപ്പോൾ കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര ജാട കാണിച്ച് ഫാനൊക്കെ എന്നെ ഞൂണ്ടി കാണിക്കുവാണേ. അങ്ങനെ പിന്നെ ഞാൻ കരി അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ സോപ്പ് ഇട്ടുന്നത് നൈസായിട്ടൊന്ന് പിരികവും വരച്ച് ഒരു പൊട്ടുമൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ TV ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. പപ്പയും പോയി കഴിയുമ്പോൾ പിന്നെ ശ്രീമോൻ ഉറങ്ങും. പിന്നെ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്
ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും താങ്ക്